അന്യോൺ ചിങ്കുത്. അപ്പോൾ ഇന്നലെ നമ്മൾ തേയോങ് ഒരു 22 മിനിറ്റോളം നീണ്ടുന്നൊരു റിവേഴ്സ് ലൈവ് വന്നിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ വന്നിരുന്നത് ഓഡിയോ ലൈവ് ആയിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ലൈവിൻ്റെ തുടക്കത്തിൽ തന്നെ ആർമീസിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് തേ ഈ ലൈവ് സ്റ്റാർട്ടാക്കുന്നത്. അതേപോലെ തന്നെ മെറി ക്രിസ്മസും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയണത് ഞാനിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ, അപ്പോൾ ആ എണീറ്റ സമയത്താണ് തേ ലൈവ് വന്നിരുന്നത്. പിന്നെ തേ ഈ ഒരു നേരം വൈകി എണീറ്റതിനുള്ളൊരു റീസണായിട്ട് പറയുകയാണെ, ഇന്നലെ തേ ബ്രൗൺ ഐഡ് സിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസേർട്ടിന്, അവരുടെ ഒരു കോൺസേർട്ടിന് പോയിരുന്നു. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നേരം വൈകിട്ടാണ് തിരിച്ചു വന്നത്. അതും കഴിഞ്ഞിട്ട് കാരോക്കെ ബാറിൽ തിരിച്ചു വരുന്ന വഴി കാരോക്കെ ബാറിൽ പോയി വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ മെറി ക്രിസ്മസിൻ്റെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ നേരം വഴുകി. അപ്പോൾ ആ ഒരു ഉറക്കം ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ചിലപ്പോൾ ഉറങ്ങും, അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്താ എല്ലാവരും ചെയ്യണമെന്ന് ആർമീസിനോട് തേ ചോദിക്കുന്നുണ്ട്. പിന്നെ തേൻ്റെ ഒരു പ്ലാനായിട്ട് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി കഴിക്കണം, അതേപോലെ തന്നെ ബനാന ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്നൊക്കെ തേ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആർമീസ് തേനോട് സമ്മാനം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ തേ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കണേ, പിന്നെ എനിക്ക് ആരെ ഗിഫ്റ്റ് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുവരെ ഇങ്ങനെ ഹാളിൽ പോയി നോക്കിയിട്ടില്ല, ചിലപ്പോൾ അവിടെ സാന്റാക്ലോസ് ഗിഫ്റ്റ് വന്ന് ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ തേ പറയുന്നുണ്ട്. പിന്നെ ആർമി തേനോട് ജങ്കൂക്കിന് ക്രിസ്മസ് സോങ് കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് തേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ആ ജങ്കൂക്ക് അങ്ങനെ ഒരു പാട്ട് ഇറക്കിയെന്നുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആർമീസിന് വേണ്ടി ഒരു പാട്ട് റെക്കമെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പാട്ട് ക്രിസ്മസിൻ്റെ അന്നും പിറ്റേ ദിവസം ഒക്കെ കേൾക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ ലോറൻസ് എന്നാണ് പറഞ്ഞത്, എനിക്കതാണ് മനസ്സിലായത്. ഇനി പറയാൻ പോണതൊക്കെ തേ ഇംഗ്ലീഷിലാട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു ആർമി ഇംഗ്ലീഷിൽ ചോദിച്ചാണ് തേ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ചോദിച്ചാണ്. അതിന് തേ പറയണത് ഞാനിപ്പോൾ വീട്ടിലാണ്, എൻ്റെ ബെഡിലാണ്, എനിക്ക് കൂടുതൽ ഇനി ഉറങ്ങാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങുക, ഗെയിം കളിക്കുക, എൻജോയ് ചെയ്യുക, ഡിന്നർ കഴിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് കേട്ടോ തേ പറയുന്നത്. പിന്നെ ഒരു ആർമി തേനോട് മുഖം കാണിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തേ എടുത്തപടി നോ പറയാണ്. അതിന് കാരണമായിട്ട് ഇത് ഇംഗ്ലീഷിലാണ് പറയണതെന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഫേസ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ആർമീസ് അത് കേൾക്കുമ്പോൾ ആർമീസ് എല്ലാവരും സോറി എന്ന് കാണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തേ പറയുന്നുണ്ട് എനിക്ക് ഷൈ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി തേ ഈ പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഗ്രാമറൊന്നും കറക്റ്റ് അല്ല കേട്ടോ, പക്ഷെ അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ആർമീസ് പറയുന്നുണ്ട് തേൻ്റെ ഇംഗ്ലീഷ് ക്യൂട്ടായിട്ടുണ്ടെന്നൊരു കമൻറ്റ് അതിൽ വരുന്നുണ്ട്, അത് തേ വായിക്കണമുണ്ട്. പിന്നെ അങ്ങനെ വീണ്ടും ആർമീസിൻ്റെ കുറച്ച് കമൻറ്റിനൊക്കെ തേ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചൈനീസ് പഠിക്കണ്ടേന്നല്ലോ, പല ലാംഗ്വേജ് പഠിക്കണമെന്ന്. അപ്പോൾ ചൈനീസ് ഇപ്പോൾ പഠിക്കണ്ടോയെന്ന് ഒരു ആർമി ചോദിക്കുമ്പോൾ തേ ചൈനീസിൽ കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ല പറഞ്ഞത് നിർത്താമെന്ന് പറഞ്ഞിട്ട് അത് നിർത്തുന്നുണ്ട്. പിന്നെ ഒരു ആർമി തേൻ്റെ TMI ചോദിക്കുന്നുണ്ട്, അതായത് ടു മച്ച് ഇൻഫർമേഷൻ. അപ്പോൾ തേ പറയുന്നത് ഞാൻ ജിം വർക്കൗട്ട് നിർത്തിയിട്ടുണ്ട്, അത് 1.5 മാസമായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതെന്താ വെച്ചാൽ തേൻ്റെ റൈറ്റ് ഷോൾഡറിൽ ചെറിയൊരു ഇഞ്ചറി ഉണ്ട്, കാരണമാണ് ഞാൻ നിർത്തിയത് എന്നൊക്കെ തേ പറയുന്നുണ്ട്. ഇതൊക്കെ ഇംഗ്ലീഷിലാണ് പറയണത്. പിന്നെ ഈ ഒരു ഇഞ്ചുറീൻ്റെ കാര്യം പറയുമ്പോൾ തേ പറയേണ്ടത് ഒരു ഡയോണിസിസിൻ്റെ ആ ഒരു കാലഘട്ടം മുതലുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ഈ പട്ടാളത്തിലൊക്കെ പോയപ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തില്ലേ, അപ്പോൾ ഈ ഒരു സമയം എനിക്കൊന്ന് റീഹാബിലിറ്റേഷൻ എന്നുള്ള ടൈമല്ലേ. പിന്നെ ഈ ഒരു 20s ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൽ ഒരു ആർമി തേനോട് പാവം ബേബി ഹെൽത്ത് നോക്കണം എന്ന് പറയുമ്പോൾ കമൻറ്റ് ഇടുകയാണ്. അപ്പോൾ തേ ഇത് കണ്ടിട്ട് ഞാൻ ബേബി അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി കമൻറ്റിലൂടെ മൈ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് തേനോട് പറയുമ്പോൾ തേ ഒരു ഷൈ ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ ഞാൻ ഇനി ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഉറങ്ങിപ്പോവും, അതുകൊണ്ട് ലൈവ് നിർത്തിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് തേ ഒരു ലൈവ് ഓഫാക്കിയിട്ട് പോണത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു ലൈവിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇത് ഓഡിയോ ലൈവ് ആയ കാരണം പിന്നെ തേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന കാരണം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ പക്ക എല്ലാത്തിൻ്റെയും ട്രാൻസ്ലേഷനും കിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞതെന്ന് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ബൈ ചിങ്കുതർ.